അതാ അങ്ങോട്ടേക്ക് നോക്കൂ. അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. അയ്യേ, ആകെപ്പാടെ ഒരു കള ലക്ഷണം ഉണ്ടായിരുന്നു അവന്റെ മുഖത്ത്. ഇവൻ അലക്സാണ്ടർ, ഇരുട്ടിനെ പൂട്ടാനായി ജനിച്ചവൻ അലക്സാണ്ടർ, ഇരുട്ടിനെ പൂട്ടാനായി അലക്സാണ്ടർ വന്നു. ഇവൻ അലക്സാണ്ടർ, 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 അലക്സാണ്ടർ. ഇതെന്താ പ്രച്ഛന്നവേഷ മത്സരോ? എവിടെ ചെന്നാലും അവന്റെ വലിപ്പം പറച്ചിലേ ഉള്ളടേ. കേട്ട് കേട്ട് മടുത്തു. മാറിക്കേ, താനാരടോ? നിന്റെ അച്ഛനാ പുല്ല എത്തണ്ടി. തക തക താ തക തക താ തക തക താ തക തക താ തല തെറിച്ചവൻ. എന്ത് തല്ലിപ്പുള്ളി പാട്ട്. തല തെറിച്ചവൻ ടു, തല തെറിച്ചവൻ ടു ടു. ഏതാണ് ഈ സാധനം? ഞാൻ ഇവിടെ കോട്ടിട്ടപ്പോൾ താൻ കോട്ടിട്ടുണ്ടോ? താൻ ആരാടോ ഇവിടെ കോട്ടിട്ട് നിൽക്കാനായിട്ട്? താൻ ആരാടോ എന്റെ മുമ്പിൽ കോട്ടിട്ട് അയക്കാൻ? താൻ ആരാ? ഈ കൊച്ചിയിൽ കോട്ടിടാനുള്ള അവകാശമുള്ള ഞാനാ. നിങ്ങളിപ്പോ എന്തിനാ കെട്ടിയെടുത്തേ? പെട്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മോനെ. പെട്ടിയല്ല, കെട്ടിയെടുത്തെന്തിനാന്ന്? ഇതൊക്കെ അവിടെ കിട്ടി. ഞാൻ അലക്സാണ്ടർ. നീ ആരാണ്? മനസ്സിലായില്ല. എന്നെ നിനക്കറിയില്ല. ഞാൻ അലക്സാണ്ടർ. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. താനാരാ? ഏതവനാ താൻ? ഞാൻ ആരാണെന്ന് തനിക്കറിയാമോടോ? ഞാൻ പ്രസംഗവണ്ണൻ. ഒരു മാറ്റവും ഇല്ലല്ലോ. അലിൻ ജോസ് പെരേര ഫ്രം മെഡക്കൊച്ചി. ഈ പ്രദേശത്തെ കുഞ്ഞുകുട്ടികളോട് ചോദിച്ചാൽ പോലും എന്നെ അറിയാൻ പറ്റും. തനിക്കറിയില്ല, തന്റെ തെറ്റ്. ഈ കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ? രണ്ട് സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പെട്ടിയാകാമല്ലോ. ഈ പ്രദേശത്ത് കുട്ടികളെ ഒന്നും കാണുന്നില്ല, പട്ടികളെ കാണുന്നുള്ളൂ. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാ, നീ മേലാലെ ഒരൊറ്റ അക്ഷരം മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല. പട്ടികളോട് ചോദിച്ചാൽ നീ ആരാണെന്ന് മനസ്സിലാകില്ല. ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാതെ കൊടുക്കൂ ഒരു അടി ശവത്തിന്. പോടാ പുല്ലിടുന്നു. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ രണ്ട് കഷ്ണക്കി കളഞ്ഞ ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ. നിന്നെ ഞാൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിട്ടോടാ.